നമ്മൾ ഈ IVF എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഫോം പറയുന്ന ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ എവറിത്തിങ് ഇസ് ഡൺ ആർട്ടിഫിഷ്യലി. ബേസിക്കലി നമ്മൾ കുട്ടികളാവാത്തവർക്ക് നമ്മൾ ചികിത്സ പറയുമ്പോൾ സിംപ്ലസ്റ്റ് പ്രൊസീജിയർ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് IUI എന്നുള്ളൊരു ചികിത്സ വരും. ഡോക്ടർ, അപ്പം എനിക്ക് ഇനി അറിയേണ്ടത് IVF-നെ കുറിച്ചാണ്. എന്താണ് IVF? നമ്മൾ ഈ IVF എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഫോം പറയുന്ന ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ എവറിത്തിങ് ഇസ് ഡൺ ആർട്ടിഫിഷ്യലി. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ സ്ത്രീകൾക്ക് അണ്ടങ്ങൾ വളർത്തിയെടുക്കാനുള്ള മരുന്നുകൾ കൊടുക്കുകയും ഈ അണ്ടങ്ങൾ പുറത്തേക്ക് എടുക്കുക, മറ്റേ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഹസ്ബൻഡ് സ്പേമും വൈഫിൻ്റെ എഗ്ഗും ഫ്യൂസ് ചെയ്ത് ഭ്രൂണങ്ങളാക്കിയെടുത്ത് ഈ ഭ്രൂണത്തിന് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ നമ്മൾ വളർത്തിയെടുത്തിട്ട് ഈ ഭ്രൂണത്തിനെ ഭാര്യയുടെ ഗർഭത്തിൻ്റെ അകത്തേക്ക് നമ്മൾ നിക്ഷേപിച്ച് കൊടുക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ IVF എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് പ്രായപരിധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബേസിക്കലി മുമ്പ് നമുക്ക് IVF എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഏജ് കൂടുതലാവുമ്പോൾ, സപ്പോസ് സ്ത്രീകളിൽ ഒരു ഏജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് മാരീഡ് കുറേ കൊല്ലങ്ങൾ കല്യാണം കഴിഞ്ഞു, ഒരു 35 വയസ്സ് ക്രോസ്സായി, എഗ്ഗിൻ്റെ ക്വാളിറ്റി സ്ത്രീയിൽ കുറവാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നേരെ IVF സജസ്റ്റ് ചെയ്യും. പുരുഷന്മാരിൽ നമ്മൾ പോയിന്റ് നോക്കുമ്പോൾ സ്ത്രീകളിൽ എല്ലാ കാര്യങ്ങളും നോർമലാണ്, ബട്ട് പുരുഷന്മാരിൽ കൗണ്ട് കുറവാണ്, അല്ല ബീജത്തിൻ്റെ ബീജങ്ങളുണ്ട് ബട്ട് പുറത്തേക്ക് വരാത്തൊരു അവസ്ഥയാണെങ്കിൽ അങ്ങനത്തെ എല്ലാം കണ്ടീഷനിൽ ഇവർക്ക് IVF എന്നുള്ള ചികിത്സ ചെയ്താൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ, IVF കൂടാതെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ കുട്ടികളാവാത്തവർക്ക് നമ്മൾ ചികിത്സ പറയുമ്പോൾ സിംപ്ലസ്റ്റ് പ്രൊസീജിയർ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് IUI എന്നുള്ളൊരു ചികിത്സ വരും. ഈ IUI എന്നുള്ള ചികിത്സ കോമൺ ആയിട്ട് വരുന്ന ആർക്കാന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഫാക്ടർ കംപ്ലീറ്റ്ലി നോർമൽ ആണെങ്കിൽ പുരുഷനിൽ കൗണ്ടിൽ തകരാറുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ IUI എന്നുള്ള ചികിത്സാ രീതികൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ IUI എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ബീജങ്ങളെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഭാര്യയുടെ ഗർഭത്തിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് നിക്ഷേപിച്ച് കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് IUI എന്നുള്ള ചികിത്സാ രീതി. വളരെ സിമ്പിളായിട്ടുള്ള ചികിത്സാ രീതിയാണ്. അതിൻ്റെ ഒരു ഒൺലി തിങ് ഇസ് അതിൻ്റെ സക്സസ് റേറ്റ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ വി ഗെറ്റ് അറൗണ്ട് 10-15% മാത്രമേ നമുക്കിതിൻ്റെ സക്സസ് റേറ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ IVF-നും നോർമലായിട്ട് ട്രൈ ചെയ്യുന്നതിന് ഇടയിൽ ആണ് ഈ ഒരു ചികിത്സാ രീതിയുടെ ഒരു പ്ലേസ് വരുന്നത്.